ഈ ജീവിച്ചിരിക്കുന്ന നമ്മളോടൊക്കെ ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൊതി എന്താണ്, ആഗ്രഹം എന്താണ്? ഞാനും നിങ്ങളും ഒരു ദൈവവിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ കൃത്യമായിട്ട് പറയുന്നൊരു വാക്കുണ്ട്, ഈ ലോകത്തിലെ അള്ളാഹുവിൻ്റെ പരീക്ഷണമായ ജീവിതത്തിന് ശേഷം നാളെ അനശ്വരമായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ സർവ്വ സുഖങ്ങളുടെ കേന്ദ്രമായ സ്വർഗത്തിൽ എനിക്കെത്തണം, ആ സ്വർഗത്തിലേക്ക് എത്തത്തക്ക വിധം നന്മകൾ ചെയ്തുകൊണ്ട് ഈ ലോകത്ത് എനിക്ക് ജീവിക്കണം. അതാണ് നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ കൊതി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ യദ്ഖുലുൽ ജന്ന ഖാത്തിഉ റഹ്മിൻ. കുടുംബ ബന്ധങ്ങൾ മുറിച്ചുകൊണ്ട് ഒരു കുടുംബത്തിൽ നിന്ന് അകന്ന് കുടുംബത്തിലുള്ളവരോട് ബന്ധങ്ങളില്ലാതെ മുഖത്ത് നോക്കാതെ സംസാരിക്കാതെ സലാം പറയാതെ വിളിക്കാതെ ക്ഷണിക്കാതെ ഒറ്റക്ക് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞത്, ലാ യദ്ഖുലുൽ ജന്ന, അവൻ സ്വർഗം പ്രതീക്ഷിക്കേണ്ടതില്ല, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അല്ലേ? വളരെ കൃത്യമാണ്. ലാ യദ്ഖുലുൽ ജന്ന ഖാത്തിഉ റഹ്മിൻ, കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായ ഒരു ചോദ്യം ഉണ്ടാവാം, സ്വർഗത്തിൽ പോവാൻ അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ച കുറെ സുഹൃതങ്ങൾ ഉണ്ടല്ലോ, കുറെ സൽക്കർമ്മങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്താൽ സ്വർഗത്തിൽ പോയിക്കൂടെ? പിന്നെ എന്തുകൊണ്ടാണ് കുടുംബ ബന്ധവുമായി അതിനെ കൂട്ടിക്കെട്ടിയിരിക്കുന്നത്? അതുകൂടി ഞാൻ പറയാം. നോക്കൂ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഓരോ മനുഷ്യനും അഥവാ നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ, ആ നല്ല പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ ശേഖരിച്ച് ആ പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തിക്കുമ്പോൾ അള്ളാഹു തആല ആ മലക്കുകളോട് പറയുന്ന ഒരു വാക്കുണ്ട്, ദാ ആ രണ്ടാളുകൾ, ഞാൻ രണ്ട് പേര് വെറുതെ പറയാം, ഒരു അബ്ദുറഹ്മാൻ ഹാജിയും ഒരു അബ്ദുള്ള ഹാജിയും. ആ പേര് വെറുതെ പറഞ്ഞാട്ടോ, അത് കുളത്തിങ്ങൽ കുടുംബത്തിലുള്ള ആൾക്കാരേ അല്ല. ആ അബ്ദുറഹ്മാൻ ഹാജിയുടെയും ആ അബ്ദുള്ള ഹാജിയുടെയും കർമ്മങ്ങൾ, ഓരോ നിസ്കാരം, ഓരോ നോമ്പ്, ഓരോ സക്കാത്ത്, അതൊന്നും എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരേണ്ട, ഞാനത് സ്വീകരിക്കുകയില്ല. സൽക്കർമ്മങ്ങളുമായി വരുന്ന മലക്കുകളോട് അള്ള പറയുന്നതാണ്, ആ രണ്ടാളുകളുടെ കർമ്മങ്ങൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരേണ്ട. എന്താ കാരണം എന്നറിയോ? അവർ തമ്മിൽ ഞാൻ ഒരു ബന്ധമുണ്ടാക്കിയിരുന്നു. ഒന്നുകിൽ ജ്യേഷ്ഠാനുജന്മാരേക്കാരം, എളാപ്പ മൂത്താപ്പ അമ്മോൻ അമ്മായി, ഏതെങ്കിലും ഒരു ബന്ധം അവർ തമ്മിൽ ഞാൻ ഉണ്ടാക്കി കൊടുത്തിരുന്നു. പക്ഷേ ആ ബന്ധത്തെ അവർ മുറിച്ചു കളഞ്ഞു. അവർ മിണ്ടാറില്ല, മുഖത്തേക്ക് നോക്കാറില്ല, ബന്ധപ്പെടാറില്ല, സംസാരിക്കാറില്ല. ഞാൻ അവരെ ഏൽപ്പിച്ച ആ ബന്ധത്തെ അവർ മുറിച്ചു കളഞ്ഞു. അതുകൊണ്ട് അവരുടെ കർമ്മങ്ങൾ എൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല. അത് അവിടെ തന്നെ വച്ചേക്കുക. അവർ മരിക്കുന്നതിൻ്റെ മുമ്പ് എന്നെങ്കിലും ആ ബന്ധങ്ങളെ ഒന്നാക്കുകയാണെങ്കിൽ, നന്നാക്കുകയാണെങ്കിൽ മാത്രം ആ കർമ്മങ്ങൾ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നാൽ മതി. അല്ലെങ്കിൽ ആ കർമ്മങ്ങൾ എനിക്ക് വേണ്ട. അപ്പൊ എനിക്ക് മനസ്സിലായോ റസൂലുള്ളാഹി പറഞ്ഞ വാക്കിന്റെ അർത്ഥം? ലാ യദ്ഖുലുൽ ജന്ന ഖാത്തിഉ റഹ്മിൻ, കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞവൻ സ്വർഗത്തിലെത്തുകയില്ല എന്ന പ്രവാചകന്റെ വാക്കിന്റെ ഗൗരവം നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാവും. അഥവാ നമ്മുടെ ജീവിതത്തിൽ സ്വർഗം ആഗ്രഹിച്ച് നാം പ്രവർത്തിക്കുന്ന സൽക്കർമ്മങ്ങൾ പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാവണമെങ്കിൽ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച കുടുംബ ബന്ധങ്ങളെ നമ്മൾ നിർബന്ധമായും ചേർത്തു പിടിച്ചിരിക്കണം. നോക്കൂ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹാനായ ഒരു സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മദീനയിലെ മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിന് വലിയ ഒരു ക്ലാസ് ഉണ്ട്, ആഴ്ചയിൽ ഒരിക്കൽ ഒരു ക്ലാസ്. ആ ക്ലാസ്സിലേക്ക് വിവിധ ഇടങ്ങളിൽ നിന്ന് ആളുകൾ ആ ക്ലാസ്സിലേക്ക് എത്തിച്ചേരും അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തൻ്റെ പ്രഭാഷണം ആരംഭിക്കുന്നതിന് മുമ്പ് ആ സദസ്സിനെ അറിയിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? അദ്ദേഹം പറയുന്നത്, ഈ സദസ്സിൽ പരസ്പരം തെറ്റിയ, മിണ്ടാത്ത, തെറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ദയവ് ചെയ്ത് ഈ സദസ്സിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകണം. പരസ്പരം തെറ്റിയ, ബന്ധം മുറിച്ചു കളഞ്ഞ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ എഴുന്നേറ്റ് ഒന്ന് പുറത്തേക്ക് പോകണം. കാരണം പറഞ്ഞ എന്താ അറിയോ? അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ മലക്കുകൾ അത്തരം ആളുകൾ ഇരിക്കുന്ന സദസ്സിലേക്ക് കടന്നു വരികയില്ല. ആ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ സദസ്സിന് അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന വേണം.
പോകണം. അതുകൊണ്ട് പരസ്പരം തെറ്റിയ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ഒന്നുകിൽ അവർ നന്നാവണം, അല്ലെങ്കിൽ അവർ ഈ സദസ്സിൽ നിന്ന് പുറത്തു പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കാറ് എന്ന് ചരിത്ര പുസ്തകങ്ങൾ ഭംഗിയായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. എൻ്റെ സംസാരത്തിൻ്റെ ആദ്യ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അഥവാ കുടുംബ ബന്ധം മുറിച്ചു കളയുക എന്നത് ഇസ്ലാമിനെ സംബന്ധിച്ച് കടുത്ത പാതകമാണെന്നും അത്തരം പാതകം ചെയ്യുന്നവന് നാളെ സ്വർഗം അവകാശപ്പെടാൻ അവൻ അവകാശമുണ്ടാവുകയില്ല എന്നുമുള്ള ഇസ്ലാമിൻ്റെ പാഠം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഈ കുളത്തിങ്ങൽ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ സദസ്സിലിരിക്കുന്ന മുതിർന്നവരും പ്രായം ചെന്നവരും യുവാക്കളും കൗമാരക്കാരും ബാല്യത്തിലുമൊക്കെ ജീവിക്കുന്ന കുളത്തിങ്ങൽ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളോടും ഈ ഒരു സംഗമത്തിൻ്റെ ഉദ്ഘാടന ഭാഷണത്തിൽ എനിക്ക് സംസാരിക്കാനുള്ള ഒന്നാമത്തെ സംഗതി, ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആരെങ്കിലും പരസ്പരം പിണങ്ങി മനസ്സിൽ വെറുപ്പും വിദ്വേഷവുമായി ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വൈകുന്നേരം നന്ദി പ്രഭാഷണത്തിന് മുമ്പ് ഈ സദസ്സ് വിട്ട് പോകും മുമ്പ് കൈകൊടുത്ത് സലാം പറഞ്ഞ് പിണക്കങ്ങൾ തീർത്ത് ഒന്നായി കെട്ടിപ്പിടിച്ച് ചേർന്ന് നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊറുത്തു തരണം കേട്ടോ എന്ന് പറഞ്ഞ് എല്ലാം പൊരുത്തപ്പെടുവിച്ചു വേണം നിങ്ങൾ ഈ സദസ്സിൽ നിന്ന് പുറത്തിറങ്ങാൻ. അല്ലെങ്കിൽ ഈ സംഗമം കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും കിട്ടാതെ വരും. ശ്രദ്ധിക്കുക, പല ആളുകളും ഈ കുടുംബത്തിൻ്റെ കാര്യത്തിൽ പല ആൾക്കാർക്കും ഭയങ്കര വാശിയാണ്. നമ്മുടെ മഹല്ലിൽ ചില ആളുകൾ ജ്യേഷ്ഠാനുജന്മാരൊക്കെ തെറ്റും. ബാപ്പാന്റെ സ്വത്ത് ഓരി വെച്ചതിൻ്റെ പേരിലൊക്കെയാണ് തെറ്റുക. എപ്പോഴും ഞാൻ അടുത്ത കാലത്ത് ഒരു സ്വത്ത് ഓരി വെക്കാൻ പോയി. ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. ഓരോ വ്യക്തികൾക്കും 25-30 ഏക്കർ സ്ഥലമുണ്ട്. അങ്ങനെ സ്വത്ത് ഓരി വെച്ചപ്പോൾ ഒരു വഴിയുണ്ട്. ആ വഴി 2 അടി വീതി കൂട്ടണം. വീതി കൂട്ടാൻ ആരും സമ്മതിക്കുന്നില്ല. അവസാനം ആ വഴിയുടെ പേരിൽ ആ കുടുംബം തെറ്റി ആകെ നാശമായി. എനിക്ക് സന്തോഷം തോന്നി. എന്താ കാരണം എന്നറിയോ? ഇത്രയും സ്വത്ത് ഒരു ബാപ്പ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് അത്ര സ്വത്തുള്ള ബാപ്പാനെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ അസൂയ തോന്നും. എത്രയൊക്കെ ഇവരൊക്കെ സ്വത്തില്. എൻ്റെ വാപ്പ മരിച്ചപ്പോൾ എൻ്റെ വാപ്പാക്ക് 9 സെന്റ് സ്വത്താണ്ടേനെ. എൻ്റെ വാപ്പ മരിക്കുമ്പോൾ 9 സെന്റ് സ്ഥലം. ഞങ്ങൾ 9 മക്കളുണ്ട്. 5 ആൺകുട്ടികളും 4 പെൺകുട്ടികളും. 9 മക്കൾക്ക് 9 സെന്റ്. മരിക്കുന്നതിൻ്റെ മുമ്പ് ബാപ്പ ഞങ്ങൾ ആൺകുട്ടികളെ വിളിച്ചിട്ട് പറഞ്ഞേ, പിന്നെ ആകെ 9 സെന്റ് സ്ഥലമുള്ള ബാപ്പാക്ക് തോനെയൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ നിങ്ങളൊക്കെ പഠിപ്പിച്ച് വാപ്പ ഒരു കോലത്തിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ബാപ്പാക്ക് ഒരു ആഗ്രഹമുണ്ട്, നിങ്ങൾ ചെയ്തു തരുമോ? ധൈര്യമായിട്ട് പറഞ്ഞോളി ബാപ്പ, എന്താ നിങ്ങൾ ആഗ്രഹം? അപ്പൊ ബാപ്പ പറഞ്ഞ് ആകെ 9 സെന്റ് സ്ഥലമുള്ളത്. അതിങ്ങനെ ഓരി വെച്ചാൽ പെൺകുട്ടിയേക്കൊന്നും 1 സെന്റ് പോലും കിട്ടൂല. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ ഓഹരി നിങ്ങൾ ആ 4 പെൺമക്കൾക്ക് വിട്ടുകൊടുക്കുവോ, എന്നിട്ട് ഒരു 2 സെന്റ് വീതം ആ പെൺകുട്ടിയേക്ക് കൊടുത്തിട്ട് നിങ്ങളുടെ ഭാഗം അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കുവോ? ഇത് ബാപ്പാന്റെ ഒരു ആഗ്രഹമാണ്. കാരണം പെൺകുട്ടിയോട് ഒരു പെരയ്ക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ആൾക്കാർ ചോദിക്കൂലേ, ബാപ്പാന്റെ ഓരിയായിട്ട് എന്താ കിട്ടിയത്? 2 സെന്റ് ഭൂമിയെങ്കിലും കിട്ടിയെന്ന് മക്കൾക്ക് പറയാനൊരു അവസരം ഉണ്ടാവാൻ വേണ്ടി നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടി, നിങ്ങളെ ഓരി ആ സഹോദരി നിങ്ങളെ പെങ്ങന്മാർക്ക് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 5 ആളും സന്തോഷത്തോടെ പറഞ്ഞു, ബാപ്പ ഉറപ്പിച്ചോളി, ഞങ്ങൾക്ക് ബാപ്പാന്റെ വകയായിട്ട് എന്തുണ്ടോ അത് ഞങ്ങളുടെ പെങ്ങന്മാർക്ക് കൊടുക്കും. ഞങ്ങളെ പ്രശ്നം എത്ര പെട്ടെന്ന് തീർന്നറിയ. 9 സെന്റുള്ള ബാപ്പാന്റെ സ്ഥലം പെട്ടെന്ന് ഓരി വെച്ച്, പക്ഷെ ഏക്കറുകളുള്ള ബാപ്പാന്റെ സ്ഥലം ഓരി വെച്ചപ്പോഴാണ് അടിയും പിടിയൊക്കെ ഉണ്ടായത്. അങ്ങനെ പരസ്പരം തെറ്റിപ്പോയ ആൾക്കാർ ചിലപ്പോൾ നമ്മളെ സദസ്സിലുണ്ടാകും. മനസ്സുകൊണ്ട് വെറുത്ത ആൾക്കാരുണ്ടാവും. മിണ്ടൂല, വിളിച്ചാ വിളി കേൾക്കൂല, കല്യാണത്തിന് വിളിക്കൂല, വിളിച്ചാ പോകൂല, മനസ്സിന്റെ ഉള്ളിൽ ഭയങ്കര പകയാണ്. അവസാനം എന്താ പറയാലോ, ഞങ്ങളുടെ മഹല്ലിലെ 2 ആൾക്കാരെ ഒന്നിപ്പിക്കാൻ നോക്കിയപ്പോൾ ഒരാൾ ഒന്നാവാൻ റെഡിയാ. രണ്ടാമത്തെ ആൾ എന്താ പറഞ്ഞാലോ, ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് പോലും അവന് കാണിച്ചു കൊടുക്കാൻ പാടില്ല. ചില ആൾക്കാർ എങ്ങനെയാണ്, കുറുന്തോട്ടി മരിക്കുക, ഉണങ്ങും തോറും ബലം ഇങ്ങനെ കൂടി വരും. ശ്വാസം കെട്ട് വലിച്ചാൽ കിട്ടുന്നില്ല. ശ്വാസം മുട്ടി കിടക്കുമ്പോഴും എന്തൊരു വാശിക്കാരെന്ന് പറയുന്നത്. ഞാൻ മരിച്ചാൽ പോലും എൻ്റെ മയ്യത്ത് കാണിച്ചു കൊടുക്കാൻ പാടില്ല. ഭയങ്കര വാശിക്കാറ്. എന്നിട്ട് മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് ആ വെറുങ്ങലിച്ച മയ്യത്തിൻ്റെ തലഭാഗത്തുനിന്ന് ഒന്നുകിൽ പള്ളിയിലെ ഉസ്താദോ അല്ലെങ്കിൽ മക്കളോ അല്ലെങ്കിൽ കുടുംബത്തിലെ കാരണോരോ ഒരു കുമ്പസാരം നടത്തും. എന്താ കുമ്പസാരം എന്നറിയോ? മരിച്ചു കിടക്കുന്നത് നമ്മളെ
കുടുംബത്തിലെ കുഞ്ഞാബുട്ടിയാച്ചാണ്. അതുകൊണ്ട് ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ വെറുപ്പോ വിദ്വേഷമൊക്കെ ഉണ്ടെങ്കിൽ ദീനുൽ ഇസ്ലാമിനെ ഓർത്ത് നിങ്ങൾ പുറത്തു കൊടുക്കണം കേട്ടോ. ആര് പുറത്തു കൊടുക്കണേ? പടച്ച റബ്ബ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഒരു തെറ്റ് റബ്ബ് പൊറുക്കണമെങ്കിലേ മരണം തൊണ്ടക്കുഴിയിലെത്തും മുമ്പ് നിങ്ങൾ ആ തെറ്റിന് മാപ്പ് ചോദിക്കണം. അല്ലാതെ മരിച്ചിട്ട് പിന്നെ നാട്ടുകാർ പറഞ്ഞതുകൊണ്ട് ആ തെറ്റ് പടച്ചോൻ പുറത്തു കൊടുക്കൂല. ജീവിതകാലത്ത് കണ്ണടയും മുമ്പ്, മരണം നമ്മളെ തേടി എത്തും മുമ്പ് എൻ്റെ ജീവിതത്തിൻ്റെ ബന്ധങ്ങളിൽ എവിടെയാണോ വിള്ളലുകൾ ഉള്ളത് ആ വിള്ളലുകൾ കണ്ടെത്തി അത് നന്നാക്കാനും അത് ഒന്നാക്കാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഈ കുടുംബസംഗമം വിളിച്ചുകൂട്ടിയ കുറെ ചെറുപ്പക്കാരുണ്ടല്ലോ, അവരോടുകൂടി എനിക്കൊരു കാര്യം പറയാണ്ട്. ഇവിടെ നല്ല കഴിവുള്ള കാരണവന്മാരുടെ നിരയുണ്ട്. അവരോടൊരു കാര്യം പറയാണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ഒരു കൽപ്പന. എന്താണ് ആ കൽപ്പന എന്നറിയോ? സത്യവിശ്വാസികളെ, നിങ്ങൾക്കിടയിൽ ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആ പിണക്കം പറഞ്ഞു തീർത്ത് ഒന്നാക്കൽ. ഫാസ്ലിഹു ബൈന അഖവൈക്കും, നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ ആ ബന്ധത്തിനെ ഒന്നാക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. ആ ബാധ്യത നിങ്ങൾ നിർവഹിക്കണം. ഈ ഇരിക്കുന്ന സദസ്സിൽ ആരെങ്കിലൊക്കെ തെറ്റിയോലോ മിണ്ടാത്തോലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അറിയുന്ന ആരെങ്കിലും ഇന്ന രണ്ടാൾക്കാർ അവർ മിണ്ടാറില്ല, അവർ തെറ്റിലാണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ അവരുടെ അടുത്ത് പോയിരുന്നിട്ട് അവരെ വിളിച്ചു വരുത്തിയിട്ട് സംസാരിച്ച് എന്താണ് പ്രശ്നം അത് കണ്ടെത്തി അത് പരിഹരിച്ച് അവരെ ഒന്നാക്കാൻ അത് ഇതിൻ്റെ സംഘാടകരുടെ, ഈ കുടുംബത്തിൻ്റെ കാരണവന്മാരുടെ ബാധ്യതയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുക. രണ്ടാമത്തെ ഭാഗം എന്താ അറിയോ? ഞാനിത് പറയുമ്പോൾ ഈ കൂട്ടത്തിലുള്ള കുറേ ആൾക്കാർ പറയും, അതിനുസ്താദെ ഞങ്ങൾക്ക് നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞങ്ങളെ മൂത്താപ്പാൻ്റെ മക്കളായിട്ട് തെറ്റിലാണ്, അവർക്ക് ഞങ്ങളോട് നന്നാവാൻ ഒരു താല്പര്യമില്ല. ഞങ്ങൾ പലവട്ടം അവിടെ പോയിട്ടുണ്ട്, അവരോട് സംസാരിച്ചിട്ടുണ്ട്, പെരുന്നാളിന് പോയിട്ടുണ്ട്, കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്, പക്ഷെ അവർക്ക് നന്നാവാൻ താല്പര്യമില്ലല്ലോ, പിന്നെ എന്താ ഞങ്ങൾ കാട്ടുക? അതൊരു പ്രശ്നമാണ്. പല ആൾക്കാരും ചെറിയ തലമുറയിലെ പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്കൊക്കെ ബന്ധങ്ങൾ നന്നാക്കാൻ താല്പര്യ, പക്ഷെ ചില ബാപ്പാരയക്കൂല, വല്ലിപ്പാരയക്കൂല, കാരണവന്മാരയക്കൂല, അവർക്ക് താല്പര്യമല്ല. ഇതാണ് പ്രശ്നം. ഈ പ്രശ്നത്തിന്റെ പരിഹാരം കൂടി ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അകന്നു നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നന്നാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആരാണോ ആദ്യം സലാം പറഞ്ഞ് നന്നാവാനുള്ള ശ്രമം ആരംഭിക്കുന്നത് അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിരപരാധികളായിട്ട് മാറും. അവർ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടും. എന്നാൽ മറുഭാഗത്തുള്ള ആള് നന്നാവാൻ താല്പര്യമില്ലാതെ അയാൾ തിരിഞ്ഞു നടന്നാൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് അയാൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ 2 ഇരട്ടി ശിക്ഷയുണ്ടാകും. ഞാന് ഒരു വീടിൻ്റെ തിണ്ണയിൽ സാമാന്യം സാമ്പത്തിക ശേഷിയുള്ള ഒരാളുടെ വീട്ടിൽ അയാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉച്ചക്ക് 1 മണിയാണ് സമയം, കത്തുന്ന വെയിലാണ്. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗേറ്റ് കടന്ന് ഒരു സ്ത്രീ ആ സദസ്സിലേക്ക് കയറി വന്ന്, അപ്പോൾ നല്ല പ്രൗഢയായ വില കൂടിയ ഒരു കാറിലൊക്കെ വന്ന് കാറ് മുറ്റത്തേക്ക് നിർത്താതെ റോട്ടിൽ തന്നെ നിർത്തി. ഈ സ്ത്രീ മാത്രം ഗേറ്റ് തുറന്ന് മുറ്റത്തേക്ക് കയറി വന്നപ്പോൾ നല്ല പ്രൗഢയായ ഒരു സ്ത്രീയാണ്. കയറി വന്നപ്പോൾ ആ വീട്ടുകാരൻ, എൻ്റെ മുമ്പിലിരിക്കുന്ന വീട്ടുകാരനുണ്ട്, ആ വീട്ടുകാരൻ പെട്ടെന്ന് എഴുന്നേറ്റ് അകത്തേക്ക് പോയി. ഈ സ്ത്രീ മുറ്റത്ത് പൊരി വെയിലത്ത്, ഞാൻ സിറ്റ് ഔട്ടിൽ, വീട്ടുകാരൻ വീടിൻ്റെ ഉള്ളിൽ. ഞാനാകെ കുടുങ്ങി. ഈ സ്ത്രീ ആരാ എനിക്കറിയില്ല, എന്താ പറയേണ്ടി അറിയില്ല, ഇയാൾ എന്തിനാ ഉള്ളിലേക്ക് പോയത് അറിയില്ല. അവസാനം ഞാൻ ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നപ്പോൾ ആ മനുഷ്യനുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെറുതെ നിൽക്കണ്. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ നിൽക്കണേ? നിങ്ങളെ വീട്ടിൽ ഒരാൾ വന്നിട്ട് നിങ്ങൾ അയാളെ കാണാതെ വിളിക്കാതെ നിങ്ങൾ അകത്ത് വന്ന് നിൽക്കുക. അപ്പം അയാൾ പറഞ്ഞ്, അതിൻ്റെ പെങ്ങളാണ്, ഞാനും എൻ്റെ പെങ്ങളും തെറ്റിലാണ്. ആകെ 2 മക്കളുള്ളൂ വാപ്പാക്ക്, ഒന്നീ ആളും ഒന്ന് അയാളുടെ പെങ്ങളും. സ്വത്തുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിൽ അളിയനുമായുള്ള പ്രശ്നത്തിൽ തെറ്റിയതാ. അന്ന് പെങ്ങൾ തെറ്റിപ്പോയതാ, കൊല്ലങ്ങളായത്രേ. അദ്ദേഹം പറഞ്ഞു, ഞാനും എൻ്റെ പെങ്ങളും തെറ്റിലാണ്, അതുകൊണ്ടാണ് ഞാൻ കയറിപ്പോന്ന്. ഞാൻ പറഞ്ഞു, വരും എന്തെങ്കിലും പറഞ്ഞ് അവരെ പറഞ്ഞേക്കി. അല്ലാതെ ഒരു സ്ത്രീ ഇങ്ങനെ വെയിലത്ത് വന്ന് നിൽക്കുമ്പോൾ അങ്ങനെ ഞാൻ അയാളെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇക്കാക്ക നമ്മൾ തമ്മിലൊരു പ്രശ്നമുണ്ട്, തീരാത്ത പ്രശ്നമൊന്നല്ല, ഒരു ഭൂമിയുടെ പ്രശ്നമാണ്. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ആ ഭൂമി ഞാൻ ഇക്കാക്കാക്ക് തിരിച്ചു തരാം, ഇക്കാക്ക എന്നോട് പൊറുക്കണം, ഞാൻ ഈ പ്രാവശ്യം ഹജ്ജിന് പോവുകയാണ്, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വന്ന് പറഞ്ഞ് മാപ്പ് ചോദിച്ചിട്ട് പോകാനാണ്. ഇക്കാക്ക എന്നോട് പൊറുക്കണം, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ആ ഭൂമിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എത്രയാണ് ഇക്കാക്കാക്ക് വേണ്ടത് അത് ഇക്കാക്കാക്ക് എടുക്കാം, ഇനി ഈ പ്രശ്നം ഉണ്ടാവരുത്. ആ സ്ത്രീ കരഞ്ഞു. ഈ വീട്ടുകാരനായ വ്യക്തി ഉണ്ടല്ലോ, അയാള് കാറിക്കുറച്ചൊരു തുപ്പല് ദേഷ്യത്തിൽ, എന്നിട്ടൊരു വർത്താനം, ഇത് പറയാനാണോ നീ വന്നത്? ഇനിമേലാൽ ഈ വർത്താനം പറഞ്ഞ് ഈ മുറ്റത്തേക്ക് ചവിട്ടിയ നിന്റെ കാല് ഞാൻ മുറിക്കും.
പ്രൗഢയായ ആ സ്ത്രീ ഒന്ന് ചൂളി, പിന്നെ അവരുടെ കാറിലേക്ക് തിരിച്ചു കയറി അവർ പോയി. ഞാൻ ആ വീട്ടുകാരനോട് പറഞ്ഞു, ഇനിമേൽ നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് ഞാൻ വരികയില്ല. കാരണം ഞാൻ പേടിക്കുന്നു, അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്കുമേൽ ഇറങ്ങുമെന്ന് ഞാൻ പേടിക്കുന്നുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, കുടുംബ ബന്ധം നന്നാക്കാൻ സലാം പറഞ്ഞ് ഒരാൾ നിങ്ങളുടെ കൺമുമ്പിൽ വന്നിട്ട് അയാളെ അഹങ്കാരത്തോടു കൂടി മടക്കി അയക്കുമെന്ന് ധിക്കാരിയായ മനുഷ്യന് അള്ളാഹുവിൻ്റെ ഇരട്ടി ശിക്ഷയുണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പേടിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ. ഞാൻ ഇറങ്ങുകയാണ്, ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും നമ്മുടെ മുമ്പിൽ നമ്മുടെ പിണക്കങ്ങളൊക്കെ ഒന്ന് നന്നാവുകയല്ലേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും നമ്മുടെ മുമ്പിൽ വന്നാൽ, പ്രിയപ്പെട്ടവരെ, ആ വന്നവരെ മടക്കി അയക്കരുത്. ചേർത്തു പിടിക്കണം, സംസാരിക്കണം, തീർക്കണം. ഈ ലോകത്ത് എന്താ നമുക്ക് നേടാനുള്ളത്? നമുക്ക് എന്താണ് ഈ ലോകത്ത്? നിങ്ങൾക്ക് 10,000 ഏക്കർ സ്വത്തുണ്ട് വിചാരിക്കുക. നാളെ നമ്മൾ പോയി കിടക്കേണ്ടത് ഏതെങ്കിലും പള്ളിപ്പറമ്പിലെ ഇടുങ്ങിയ ഒരു കുഴിയിലാണ്. നമ്മളൊന്നും കൊണ്ടുപോകൂല. ഇവിടെ ഇപ്പൊ നോക്കി, ഈ ഹാളിൽ വന്നപ്പോൾ ഓരോ കസേരയിൽ ഇരിക്കുകയല്ലേ. നമ്മൾ മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ നമ്മുടെ കസേരയിൽ ഒരു പേപ്പർ വെച്ചിട്ടാ പോവുക. എന്താ അറിയോ? ഇത് ഇന്റെ കസേര കേട്ടോ, വേറെ ആരും ഇരിക്കാതിരിക്കാൻ. 4 മണിക്ക് ഈ സംഗമം കഴിഞ്ഞ് നമ്മൾ മടങ്ങി പോകുമ്പോൾ ഈ കസേരയും കൊണ്ട് പോകൂല. കസേര ഇവിടെ ഉണ്ടാവും. കസേര നമ്മളതല്ല, തൽക്കാലത്തേക്ക് കിട്ടിയതാ. ഈ ലോകത്ത് നമ്മുടേതെന്ന് വാശി പിടിച്ച് ബന്ധങ്ങളൊക്കെ മുറിച്ചു കളയാൻ പലപ്പോഴും കാരണമാകുന്ന ഈ സ്വത്തൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഈ അടുത്ത ദിവസേ വലിയ ധനികനായ ഒരാൾ മരിച്ചപ്പോൾ അയാളുടെ മയ്യത്തുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ പോയിട്ടോ, പെരും മഴ പെയ്യാൻ വേണ്ടി കാത്തിക്കണേ. അതുകൊണ്ട് മയ്യത്തിന്റെ കർമ്മങ്ങളൊക്കെ പെട്ടെന്ന് പൂർത്തിയാക്കി ഞങ്ങൾ മയ്യത്തുമായിട്ട് പള്ളിപ്പറമ്പിലെത്തി വേഗം നിസ്കരിച്ച് ഖബറിലേക്ക് വെക്കാൻ ഒരുങ്ങിയപ്പോൾ പെരും മഴ. ആളുകൾ 4 ഭാഗത്തേക്ക് ഓടി. ഈ മനുഷ്യന്റെ വീട് പള്ളിയുടെ സമീപത്ത് തന്നെയാണ്. ഞാൻ അയാളുടെ വീട്ടുമുറ്റത്തേക്ക് ഓടിക്കയറി. ഞാൻ മാത്രല്ല, ഒരുപാട് ആളുകൾ. അയാളുടെ വീട് വലിയ വീടാ, കോടിക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ച് പണിത വലിയ വീടാ. ആ വീടിന്റെ മുറ്റത്ത് ഞങ്ങളിങ്ങനെ മഴ കൊള്ളാതെ നിന്നു, കാർ പോർച്ചിലൊക്കെ ആയിട്ട്. അപ്പൊ ഞാൻ അങ്ങനെ നോക്കി, ആ മനുഷ്യന്റെ മയ്യത്ത് ഖബറിൽ വെച്ച് അതിന്റെ മേലെ മണ്ണിട്ട് മൂടി. ജോലിക്കാരൊക്കെ തിരിച്ചു പോകാറായിട്ടുണ്ട്. ആ ഖബറിന്റെ മേലെ കനത്ത മഴ പെയ്യുന്നുണ്ട്, പെരും മഴ. ഞാൻ വെറുതെ അങ്ങനെ ആലോചിച്ച്, 10 മിനിറ്റ് കൂടി ആ മഴ അങ്ങനെ പെയ്താൽ ആ ഖബറിന്റെ മേലെ പെയ്യുന്ന മഴവെള്ളമുണ്ടല്ലോ, അടിയിലേക്ക് പോയിട്ട് ആ മനുഷ്യനെ പൊതിഞ്ഞ വെള്ളത്തുണിയിലേക്ക് ചളിവെള്ളമായിട്ട് അതങ്ങനെ ഉറ്റി വീണുകൊണ്ടേയിരിക്കും. ആ മനുഷ്യൻ പണിത കൊല്ലങ്ങളുടെ അധ്വാനം കൊണ്ട് അയാളുടെ വീടുണ്ട് ഇവിടെ, കോടികളുടെ വീട്, ഭാര്യയുണ്ട് അവിടെ, മക്കളുണ്ട് അവിടെ. ഭാര്യയ്ക്ക് പോലും തോന്നിയില്ലല്ലോ എൻ്റെ ഭർത്താവ് കിടക്കുന്നത് പള്ളിപ്പറമ്പിലെ വെറും മഴയത്താണ്, അതുകൊണ്ട് ഒരു 10 റുപ്യൻ്റെ പ്ലാസ്റ്റിക് എങ്കിലും മാറിയിട്ട് ബാപ്പാന്റെ ഖബറിന്റെ മേലെ ഒന്ന് വിരിച്ചു കൊടുക്കിയെന്ന് മക്കളോട് പറയാൻ ഉമ്മാക്ക് പോലും തോന്നൂല. അത്രയുള്ളൂ ഈ ലോകത്ത് നമ്മുടെ സ്വത്തൊക്കെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമ്പത്തിന് വേണ്ടി, ഭൗതികമായ ഘടകങ്ങൾക്ക് വേണ്ടി, മനസ്സിന്റെ ദുഷിച്ച ചിന്തകൾക്ക് വേണ്ടി ബന്ധങ്ങളെ അറുത്ത് കളയാതിരിക്കുക. ഏതെങ്കിലും ബന്ധങ്ങൾ അറ്റുപോയിട്ടുണ്ടെങ്കിൽ, സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധങ്ങളെ ചേർത്തു പിടിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തേതായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ കുടുംബങ്ങൾ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും കേന്ദ്രങ്ങളായിട്ട് മാറണം. നിങ്ങൾക്കറിയോ, സാധാരണ ഒരു വീടിന് അറബി ഭാഷയിൽ പറയുന്ന പേര് ഒന്നുകിൽ ബൈത്ത് എന്നാണ്, അല്ലെങ്കിൽ ദാറു എന്നാണ്. എന്നൊക്കെ പറഞ്ഞാൽ വീട് എന്നർത്ഥം. പക്ഷേ ഒരു കുടുംബം പാർക്കുന്ന വീടുണ്ടല്ലോ, ആ വീടിന് അറബിയിൽ അല്ലെങ്കിൽ ഇസ്ലാമിൽ പറയുന്ന പേര് മസ്കൻ ആണ്. മസ്കൻ, നിങ്ങൾ ആ പേര് കേട്ടിരിക്കും, മസ്കൻ. എന്താണ് മസ്കൻ എന്ന വാക്കിന്റെ അർത്ഥം അറിയോ? മസ്കൻ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിന്റെ കൂടാരമല്ല, ഒരു 10,000 സ്ക്വയർ ഫീറ്റിന്റെ കൊട്ടാരമല്ല. മസ്കൻ എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ കേന്ദ്രം, ശാന്തിയുടെ കേന്ദ്രം. ഞാൻ ഈ ലോകത്ത്, പുറം ലോകത്ത് എനിക്ക് എന്ത് ടെൻഷൻ ഉണ്ടായാലും, എന്ത് പ്രശ്നമുണ്ടായാലും എന്താണ് പരിഹാരം എന്ന ചോദ്യത്തിന് ബാറോ ബിവറേജോ അല്ല എൻ്റെ മനസ്സിലുണ്ടാവേണ്ട മറുപടി. എൻ്റെ മനസ്സിൽ തോന്നേണ്ട ഉത്തരം എൻ്റെ വീടിൻ്റെ ചിത്രമാവണം. അതെത്ര ചെറുതാവട്ടെ. എൻ്റെ വീട്ടിലേക്ക് ചെന്നാൽ, എൻ്റെ വീട്ടുകാരെ കണ്ടാൽ, എൻ്റെ വീട്ടുകാരുമായിട്ട് എത്തിച്ചേർന്നാൽ എൻ്റെ പ്രശ്നങ്ങൾ തീരും, എൻ്റെ മനസ്സ് സമാധാനമാവും. ഞാൻ ഈ അടുത്ത ദിവസം കോഴിക്കോട് പട്ടണത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ICUവിൽ കിടക്കുന്ന 10-70 വയസ്സുള്ള ഒരു മനുഷ്യനെ കാണാൻ വേണ്ടി ചെന്നേ. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ആകെ പൈപ്പൊക്കെ ഇട്ട് ഒരു വല്ലാത്ത കിടത്തത്തില. ഞാൻ അദ്ദേഹത്തിന് സലാം പറഞ്ഞു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, കൈ കൊടുത്തു. പോരാൻ നേരത്തെ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്താ പറഞ്ഞറിയോ?
സാറേ നിങ്ങൾ അവളെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുമോ. ആരാണ് അവളെന്നറിയോ? അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അവള്. ഈ അവൾ ആരാന്നറിയോ? നിങ്ങൾ 10 കൊല്ലായിട്ട് അനങ്ങാൻ കഴിയാതെ കിടക്കുന്ന ഒരു സ്ത്രീയാണ്. 10 വർഷമായി ആ സ്ത്രീ അനങ്ങാൻ കഴിയാതെ കിടക്കുക. കണ്ണിലേക്ക് നോക്കിയാൽ കണ്ണീരിങ്ങനെ വരും. വേറെ ഒരു ജീവന്റെ അടയാളമില്ല. അങ്ങനെ കിടക്കുന്ന ആ സ്ത്രീയെയാണ് ഇയാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ എന്നോട് ആവശ്യപ്പെട്ടത്. ഞാൻ അയാളോട് പറഞ്ഞു, ഇവിടെ ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്, ഇനി ആ പാവത്തിനെ എന്തിനാ ഇടങ്ങേറാക്കണത്? അപ്പോ കരഞ്ഞുകൊണ്ട് ആ 75 വയസ്സുകാരൻ എന്നോട് പറഞ്ഞ കാര്യം എന്താ അറിയോ? അവളുടെ മുഖമൊന്ന് കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ എനിക്കുള്ളൂ. 10-75 വയസ്സുള്ള മനുഷ്യനെ, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, തളർന്നു കിടക്കുന്ന ഭാര്യ, ആ ഭാര്യയുടെ മുഖമൊന്ന് കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ എനിക്കുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു കുടുംബ ബന്ധത്തിൻ്റെ ഊഷ്മളതയിൽ നമ്മൾ അനുഭവിക്കുന്ന സമാധാനത്തിൻ്റെ പാഠങ്ങളെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വീട് സമാധാനത്തിൻ്റെ കേന്ദ്രങ്ങളായിട്ട് മാറണം. ആ സമാധാനത്തിൻ്റെ കേന്ദ്രങ്ങളായി നമ്മുടെ വീടുകൾ മാറാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിനെപ്പറ്റി കൂടി ഒരു 10 മിനിറ്റ് സംസാരിച്ച് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. നമ്മുടെ വീട് സമാധാനത്തിൻ്റെ കേന്ദ്രമാവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന് നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരല്ലേ? നമ്മുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട്, നമ്മുടെ കുടുംബത്തിന് വേണ്ടി പട്ടിണി കടന്ന്, നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ സ്വപ്നങ്ങളെയൊക്കെ ത്യജിച്ചു കളഞ്ഞവരാ നമ്മൾ. ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന പ്രവാസികളായ ഒരുപാട് ആളുകൾ ഈ കുളത്തിങ്ങൽ കുടുംബത്തിലൊക്കെ ഉണ്ടാവുമല്ലോ. ഓരോ പ്രവാസിയും അനുഭവിക്കുന്ന കഷ്ടപ്പാടിന്റെ വേദന അതെത്ര വലുതാണെന്ന് ഒരുപക്ഷെ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്തായിരുന്നാലും ഒരു കുടുംബത്തിന് വേണ്ടി കഠിനമായിട്ട് കഷ്ടപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? എൻ്റെ കുടുംബത്തിന് വേണ്ടി എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കേണ്ട എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. വല്ലദീന യഖൂലൂന റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഒരു ആയത്താണത്. എന്താണ് ആയത്തറിയോ? നമ്മളൊക്കെ എല്ലാ സമയത്തും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട മനോഹരമായ ഒരു പ്രാർത്ഥനയാണത്. എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്നറിയോ? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഹബ്ലന, ഞങ്ങൾക്ക് നീ നൽകണം, മിൻ അസ്വാജിന, ഞങ്ങളുടെ ഇണകളിൽ നിന്നും, വമിൻ ദുർരിയാതിന, ഞങ്ങളുടെ മക്കളിൽ നിന്നും, ഖുർറത അയുനിൻ. ഖുർറത അയ്ൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം കൺകുളിർമ എന്നാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരിൽ നിന്ന് അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ കാണുമ്പോൾ, ജീവിതത്തിൻ്റെ സംതൃപ്തി കാണുമ്പോൾ, അവരുടെ ജീവിതത്തിൻ്റെ മനോഹാരിത കാണുമ്പോൾ അല്ലാഹുവേ ഞങ്ങൾക്ക് സന്തോഷം തോന്നണേ റബ്ബേ. തീർന്നില്ല, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തെ നാളെ സ്വർഗാവകാശികളാകുന്ന മുത്തഖീങ്ങളുടെ നേതാക്കന്മാരാക്കി മാറ്റണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, 2 കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിൽ പടച്ച റബ്ബിനോട് നമ്മൾ തേടുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ സന്തോഷമാണ്, ആനന്ദമാണ്. രണ്ടാമത്തേത് നമ്മുടെ കുടുംബത്തിലുള്ളവർ നാളെ സ്വർഗത്തിലും ഒന്നായി ഒരുമിച്ച് കൂടി സ്വർഗത്തിൽ ഒരുമിച്ച് ജീവിക്കണമെന്ന നമ്മുടെ ആഗ്രഹമാണ്. ഈ 2 ആഗ്രഹങ്ങളെയും നമ്മളൊന്ന് ചേർത്ത് വെക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, നമ്മുടെ കുടുംബത്തിലുള്ളവർ സംതൃപ്തരായിരിക്കണം, അവർ സമാധാനത്തോടെ ജീവിക്കണം. ഏറ്റവും സങ്കടകരമായ അവസ്ഥ, വർത്തമാനകാലത്ത് കുടുംബത്തിലെ മുതിർന്ന ആളുകൾ, പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലേക്ക് എത്തിയ ആളുകളൊക്കെ നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ വൃദ്ധസദനങ്ങൾ കൂടിക്കൂടി വരുന്നുണ്ട്. മക്കൾക്ക് വേണ്ടി ജീവിതം തന്നെ ഹോമിച്ചു കളഞ്ഞ പല രക്ഷിതാക്കളും ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഒന്ന് കാണാൻ പോലും കഴിയാതെ ഏതെങ്കിലും വൃദ്ധസദനത്തിന്റെ ഉള്ളിൽ ജീവിതം ഒടുക്കേണ്ടി വരുന്ന സങ്കടകരമായ വാർത്തകൾ നമ്മുടെ ചുറ്റുഭാഗത്ത് നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. അതുകൊണ്ട് ഈ കുളത്തിങ്ങൽ കുടുംബത്തിലെ എൻ്റെ മക്കളോട്, ചെറുപ്പക്കാരോട് ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ, നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നമ്മുടെ വാപ്പയോ ഉമ്മയോ ആരാവട്ടെ വാർദ്ധക്യമുള്ള ആരെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ മനുഷ്യരുടെ മനസ്സിനെ,
അവരുടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന ഒരു വാക്കുപോലും എൻ്റെ ഭാഗത്തുണ്ടാവുകയില്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് തീരുമാനിക്കണം. കാരണം പടച്ച തമ്പുരാൻ ഈ ഭൂമിയിലെ മനുഷ്യരോട് ഏറ്റവും പ്രധാനമായ 2 കൽപ്പനകളാണ് കൽപ്പിക്കുന്നത്. നിങ്ങളത് കേട്ടിട്ടില്ലേ? അല്ലാഹു മനുഷ്യരോട് കൽപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കൽപ്പന, വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു. ഒന്നാമത്തെ കൽപ്പന, മനുഷ്യരെ അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുത്. അതാണ് ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തെ കൽപ്പന എന്താണെന്നറിയോ? വബിൽ വാലിദൈനി ഇഹ്സാന. വബിൽ വാലിദൈനി ഇഹ്സാന. നിങ്ങളുടെ മാതാപിതാക്കളോട്, നിങ്ങളുടെ വീട്ടിലെ പ്രായമായവരോട് ഏറ്റവും നല്ല രൂപത്തിൽ, ഏറ്റവും മനോഹരമായ രൂപത്തിൽ, അവർക്ക് വേണ്ടി ഒരു കാര്യം ഏറ്റവും മനോഹരമായ രൂപത്തിൽ എങ്ങനെയാണോ ചെയ്തു കൊടുക്കാൻ സാധിക്കുക, ആ മനോഹാരിതയിൽ നിങ്ങൾ അവരോട് പെരുമാറണം. ഞാൻ നിങ്ങൾക്കൊരു ചെറിയ കഥ പറഞ്ഞുതരാം. വെറും കഥയല്ല, പ്രവാചകന്റെ സ്വഹാബിയായ അബൂ ത്വൽഹത്തുൽ അൻസാരിയുടെ ഒരു ചെറിയ കഥ കേട്ടോ. ഈ അബൂ ത്വൽഹത്തുൽ അൻസാരി അദ്ദേഹം ഒരു വലിയ പ്ലാന്ററാണ്. അദ്ദേഹത്തിന് കുറെ തോട്ടങ്ങളുണ്ട്. മദീനത്ത് കുറെ ഈത്തപ്പന തോട്ടങ്ങൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. ഒരിക്കൽ അബൂ ത്വൽഹത്തുൽ അൻസാരി ഈ ഈത്തപ്പനയുടെ കൊല വെട്ടുന്ന നീണ്ട ഒരു കത്തിയുണ്ട്. ആ കത്തിയുമായിട്ട് അദ്ദേഹം തൻ്റെ ഏറ്റവും നല്ല ഒരു തോട്ടത്തിലേക്ക് ഓടി വന്ന്, അപ്പൊ ആൾക്കാരൊക്കെ നോക്കി, എന്താ ഇയാൾ ഇപ്പൊ കത്തിയായിട്ട്, ഈത്തപ്പഴം പറിക്കാനായിട്ടില്ലല്ലോ, ഇപ്പൊ എന്തിനാ കത്തിയായിട്ട് വന്നത്? അങ്ങനെ അദ്ദേഹം ആ തോട്ടത്തിലെ എല്ലാ ഈത്തപ്പനയുടെയും ചുവട്ടിൽ ഇങ്ങനെ നടന്നിട്ട് മേലേക്ക് നോക്കി. എന്നിട്ട് ആ തോട്ടത്തിലെ ഏറ്റവും നല്ല ഒരു ഈത്തപ്പനയുടെ അടിയിൽ അദ്ദേഹം നിന്ന്, ആ തോട്ടത്തിലെ നല്ല മദീനയിലെ തന്നെ ഏറ്റവും കായകൾ കായ്ക്കുന്ന ഒരു മനോഹരമായ ഈത്തപ്പന അതിൻ്റെ താഴെ നിന്ന്, എന്നിട്ട് അദ്ദേഹം ആ ഈത്തപ്പനയിലേക്ക് കയറിയിട്ട് ഈത്തപ്പനയുടെ പട്ടയൊക്കെ വെട്ടി. ആളുകൾക്ക് സംശയം, അബൂ ത്വൽഹക്ക് ഭ്രാന്തായോ, ഇയാൾ എന്താ ചെയ്യുന്നത്? ഈത്തപ്പനയുടെ പട്ടയൊക്കെ വെട്ടി ആ മരം ഉണങ്ങിപ്പോവൂലേ? അദ്ദേഹം വെട്ടി മേലെ എത്തിയിട്ട് ഈത്തപ്പനയുടെ തൂമ്പ് കെട്ട് വെട്ടി. നമ്മളൊക്കെ നാട്ടില് ഈ തെങ്ങ് മുറിച്ചാല്, അല്ലേ, തെങ്ങ് മുറിച്ചാല് തെങ്ങിന്റെ അറ്റത്ത് ഒരു വെളുത്ത സാധനം ഉണ്ടാവില്ല, തൂമ്പ്, നല്ല തിന്നാൻ രസമല്ല, നമ്മൾ സാധാരണ തെങ്ങിന്റെ കരിമ്പ് എന്നൊക്കെ പറയും. അതേപോലെ ഒരു സാധനം ഈത്തപ്പനയിലുണ്ട്. അദ്ദേഹം ഈത്തപ്പനയുടെ തൂമ്പ് വെട്ടിയിട്ടേ ആ വെളുത്ത സാധനം ഉണ്ടല്ലോ അത് വാരിയിട്ട് ഒരു മുണ്ടിലൊക്കെ പാടെ കൂട്ടി കെട്ടിയിട്ട് അദ്ദേഹം താഴെ ഇറങ്ങി. ആ മരം ഇനി കായ്ക്കൂല, ആ മരം ഇനി ഉണങ്ങിപ്പോകും. മദീനയിലെ ഏറ്റവും നല്ല ഈത്തപ്പന മരമാണ് ഇയാൾ വെട്ടി നശിപ്പിച്ചത്. ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്ത് വിഡ്ഢിത്തരാണ് ചെയ്ത്? നിങ്ങൾ എന്തിനാണ് ഈ മരം വെട്ടി നശിപ്പിച്ചത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒന്നുമല്ല, ഇന്ന് രാവിലെ എൻ്റെ ഉമ്മ പറഞ്ഞു. എന്താ പറഞ്ഞറിയോ? ഒരു ഈത്തപ്പനയുടെ തൂമ്പ് അത് തിന്നിട്ട് ഒരുപാട് കാലായി, അതുകൊണ്ട് ഒരു പൂതിണ്ട്. എന്താ പൂതി? ഒരു ഈത്തപ്പനന്റെ തൂമ്പ് കിട്ടിയെങ്കിൽ തിന്നായിരുന്നു എന്നൊരു പൂതിയുണ്ട്. ഇത് കേട്ടപ്പോ അബൂ ത്വൽഹ പറയണേ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് നിങ്ങളുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിക്കണം എന്നാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ചു, ഈ ഭൂമിയുടെ മേലെ എനിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഈത്തപ്പനന്റെ തൂമ്പ് ഞാൻ എൻ്റെ ഉമ്മാക്ക് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ എൻ്റെ തോട്ടത്തിലെ ഏറ്റവും നല്ല ഈത്തപ്പന തെരഞ്ഞ് ഈ ഈത്തപ്പനയുടെ ചുവട്ടിലെത്തിയത്. എൻ്റെ ഈത്തപ്പനകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഈത്തപ്പന ഇതാണ്. ഈ ഈത്തപ്പനയുടെ തൂമ്പ് തന്നെ ഞാൻ എൻ്റെ ഉമ്മക്ക് കൊടുക്കും. കാരണം അതെൻ്റെ കൊതിയാണ്. എൻ്റെ ഉമ്മക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഈ ഭൂമിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാവണം. അപ്പൊ ഞാൻ ഉദാഹരണം പറയാറുണ്ട്, നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങാടിക്ക് ഇറങ്ങിയപ്പോൾ നമ്മളെ ഭാര്യ പറഞ്ഞു, പിന്നെ കുട്ടിന്റെ ബിസ്ക്കറ്റ് കഴിഞ്ഞ് കിട്ടോ, ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിക്കൊള്ളി. അപ്പോഴാണ് ഉമ്മ, പിന്നെ നോക്കിയാ ബാപ്പ രാവിലെ കട്ടൻ ചായൻ്റെ ഒപ്പം കുടിക്കാൻ ബിസ്ക്കറ്റ് ഇല്ലായിട്ട് ഇടങ്ങേറ് പറഞ്ഞു, ബാപ്പാക്ക് ഒരു ബിസ്ക്കറ്റ് കൂടി വാങ്ങിക്കൊള്ളിട്ടോ. ആയിക്കോട്ടെ. എന്നിട്ട് കടയിൽ വന്നിട്ട് നമ്മൾ 2 ബിസ്ക്കറ്റ് കൂടി വാങ്ങി. ഒന്ന് ഓർലിക്സിന്റെ ഒരു കൂടി ബിസ്ക്കറ്റ്, രണ്ടാമത്തേത് പാർലേജിന്റെ ഒരു കൂടി ബിസ്ക്കറ്റ്. ആർക്കേക്കാരോ ഓർലിക്സിൻ്റെത്? അത് കുട്ടിക്ക്. പാർലേജി വാപ്പാക്ക്, അല്ലേ? തുണിക്കടയിൽ നിന്ന് കുപ്പായം വാങ്ങിയപ്പോഴേ നമുക്ക് വാങ്ങിയ കുപ്പായ ശീലതരങ്ങൾ ഒരു മീറ്ററിന് 1400 റുപ്യ ലിനൻ. എന്നിട്ട് ബാപ്പാക്ക് വാങ്ങിയതോ മീറ്ററിന് 65 പോളിസ്റ്റർ, അല്ലേ? 65 റുപ്യ മീറ്ററിന് പോളിസ്റ്ററിന്റെ. എന്നിട്ട് ബാപ്പാനെ പറ്റിച്ച, ബാപ്പ ഇത് നല്ല വില കൂടിയ കുപ്പായാട്ടോ, നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, ലോകത്ത് വേറെ ആർക്കുമില്ല. പാവം ബാപ്പ, എൻ്റെ കുട്ടി ഇടങ്ങാറായോ? ഇല്ല ബാപ്പ, അല്ലേ? ബാപ്പാനെ ഉമ്മാനൊക്കെ പറ്റിക്കാൻ എളുപ്പാ. അതുകൊണ്ടാ പടച്ചോൻ പറഞ്ഞേ, വബിൽ വാലിദൈനി ഇഹ്സാന. മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഏറ്റവും നല്ല കാര്യമാവണം. പ്രിയപ്പെട്ടവരെ,
നമ്മുടെ വീടുകളിൽ നമ്മുടെ മാതാപിതാക്കൾ അസ്വസ്ഥരാണ്, നമ്മുടെ കാര്യങ്ങൾ അവർ അറിയുന്നില്ല, നമ്മൾ അവരോട് സംസാരിക്കുന്നില്ല, നമ്മൾ അവരുമായി സംസാരിക്കുന്നില്ല, അവരോട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല, അവർ വല്ലാത്ത അസ്വസ്ഥതയിലാണ്. ഞാൻ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. 11:50 ഞാൻ അവസാനിപ്പിച്ചാൽ എനിക്കൊരു 12:20 എൻ്റെ അടുത്ത സദസ്സിൽ ഒരു അരമണിക്കൂറെങ്കിലും സംസാരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തീർക്കട്ടോ. എന്താ അവസാനത്തെ കാര്യം എന്നറിയോ? ഒരു വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പം ഞാൻ ആ പ്രശ്നം പറഞ്ഞു തീർക്കാൻ വേണ്ടി ആ വീട്ടിൽ ചെന്നപ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? ഒരു വീട്ടിൽ ഒരു ഉമ്മണ്ട്, മകനുണ്ട്, മരുമകളുണ്ട്, ഒരു പേരക്കുട്ടിയുണ്ട്. ഈ മകനും മരുമകളും ഗൾഫിലായിരുന്നു, ഈ പേരക്കുട്ടിയും ഗൾഫിലാ, ഉമ്മ മാത്രമേ വീട്ടിലുള്ളായിരുന്നു. ഇപ്പോ ഈ മകനും കുടുംബവും വീട്ടിലേക്ക് തിരിച്ചെത്തിക്കുന്നു. അപ്പൊ ചെറിയൊരു പ്രശ്നം എന്താ വെച്ചാല്, ഈ വീട്ടില് ഈ മകൻ പെട്ടെന്ന് ഗൾഫിൽ നിന്ന് വന്നതാ, വരാൻ സമയമായിട്ടില്ല. പെട്ടെന്ന് വന്ന് വീട്ടില് കുറെ ആൾക്കാർ വരുന്നുണ്ട്, പോണുണ്ട്, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഈ ഉമ്മാക്ക് ഇതൊന്നും മനസ്സിലാവണില്ല. എന്തിനാണ് ഈ ആൾക്കാർ വരുന്നത്, എന്താ പ്രശ്നം? ആരും ഉമ്മാനോട് പറയണില്ല. ഉമ്മ പലരോടും ചോദിച്ചു, എന്താ ഇവിടെ പ്രശ്നം? ആരും പറയണില്ല. അവസാനം ഈ ഉമ്മ ഒരു 7 വയസ്സുള്ള പേരക്കുട്ടിൻ്റെ ആ പേരക്കുട്ടിയോട് ചോദിച്ചു, മോളെ രാത്രി കിടക്കുമ്പോ ഉമ്മ ഇപ്പി എന്തെങ്കിലുമൊക്കെ സംസാരിക്കണേ മോള് കേട്ടുക്കണോ? ഇതെന്താ വിഷയം അറിയാൻ വേണ്ടി ചോദിച്ചത്. ഈ പെൺകുട്ടി ഓളമ്മാനോട് പറഞ്ഞു, എന്നോട് ഉമ്മമ്മ ഇങ്ങനെ ചോദിച്ചു. എങ്ങനെ ചോദിച്ചു? ബെഡ്റൂമിൽ ബാപ്പി ഇമ്മിയും എന്താ സംസാരിക്കലെന്ന് കേട്ടുക്കണോന്ന്. ഇതാകെ പ്രശ്നമായി. ഈ ഉമ്മാന്റെ പേരിൽ ഭയങ്കര ആരോപണമായി. അങ്ങനെ പ്രശ്നമായപ്പോൾ അത് മദ്യം പറയാൻ വേണ്ടി ആ വീട്ടിലെത്തിയേ. അപ്പൊ ആ ഉമ്മ പറഞ്ഞു, പൊന്നാരവനെ, ഞാൻ ഓലെന്താ പറയണേ കേൾക്കാൻ വേണ്ടിയല്ല, ഈ വീട്ടിൽ എന്തോ നടക്കുന്നുണ്ട്, അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ കുട്ടീനോട് ചോദിച്ചത്. എന്നാ എന്തേലും വിവരം കിട്ടിയാൽ ബാക്കി എനിക്ക് ആലോചിച്ചാൽ മതിയല്ലോ. എന്തോ ഈ പ്രശ്നം ഈ വീട്ടിലുണ്ട്, എന്താ ഞാൻ അറിയുന്നില്ല. അപ്പോ ഞാൻ ആ മകനോട് പറഞ്ഞു, എന്താണ് നിന്റെ പ്രശ്നം? അപ്പൊ ആ മകൻ പറഞ്ഞു, അത് ഉമ്മാനോട് പറഞ്ഞിട്ടൊരു കാര്യമല്ല, ഉമ്മാക്ക് എന്നെ സഹായിക്കാനും പറ്റൂല, ഉമ്മ അറിഞ്ഞിട്ടൊരു കാര്യമല്ല, പിന്നെ ഞാൻ എന്തിനാ അമ്മാനോട് പറയണേ? ഞാൻ പറഞ്ഞു, എന്താ എൻ്റെ പ്രശ്നം പറയേ. അപ്പൊ എന്താ അറിയോ, ആ മകൻ ഗൾഫിൽ വെച്ച് അയാളുടെ സമ്പാദ്യത്തിന്റെ വലിയ ഒരു ഭാഗം ഒരാളെ ഏൽപ്പിച്ച് ബിസിനസ്സിന് വേണ്ടി. പക്ഷെ ആ ബിസിനസ് പൊട്ടി, ആ പൈസ പോകുന്ന ഉറപ്പായി. അപ്പൊ എങ്ങനെങ്കിലും ആ പൈസ തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമം നടക്കണേ. പല ആൾക്കാരെ ഏൽപ്പിച്ച് കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷന്, കോടതി, പല നിലക്കും ആ പൈസ തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ്. പക്ഷെ അത് ഉമ്മാനോട് പറയണില്ല. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു, അതെനിക്ക് ഉമ്മാനോടൊന്ന് പറഞ്ഞൂടെ, എന്നാ ഉമ്മാക്ക് സമാധാനാവില്ലേ? അപ്പൊ ഓൻ പറഞ്ഞു, ഉമ്മാനോട് എന്താ പറഞ്ഞിട്ട് കാര്യം, എന്റെ സമയം പോകുക എന്നല്ലാതെ ഉമ്മാക്ക് അത് വാങ്ങിത്തരാൻ പറ്റുമോ? ഉമ്മാക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, പൊന്നാരമനെ, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരപ്പായ തന്നെ ഇരുന്നിട്ട്, നിസ്കാര കുപ്പായത്തിന്റെ ഉള്ളിൽ ഇരുന്നിട്ട്, വലത്തെ കയ്യിൽ തസ്ബീഹ് മാലയും പിടിച്ച് എൻ്റെ ഉമ്മാന്റെ ഒരു ഇരുത്തുണ്ടാവും വീട്ടിൽ, നോക്കേണ്ടി മഗ്‌രിബിന് ശേഷം. ആ ഇരുത്തം യശാവരെ ഇരിക്കുമ്മ. ആ ഇരുത്തത്തിൽ എപ്പോഴെങ്കിലും പടച്ച റബ്ബിലേക്ക് കൈ ഉയർത്തിയിട്ട്, പടച്ചോനെ എൻ്റെ കുട്ടി ഒരു കുടുക്കിൽ പെട്ടിട്ടുണ്ട്, റബ്ബേ എൻ്റെ കുട്ടിനെ കഴിച്ചിലാക്കി കൊടുക്കണേ എന്ന് കണ്ണീരോടുകൂടി ആ ഉമ്മ എങ്ങാനും പ്രാർത്ഥിച്ചാൽ അതിനേക്കാൾ വലിയ ഒരു പ്രാർത്ഥന ഈ ലോകത്ത് ആരുടെ പ്രാർത്ഥനയാണ് നിനക്ക് കിട്ടുക? ഞാൻ ആ മകനോട് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീടുകളിൽ മുതിർന്ന ഒരാളും ഒറ്റപ്പെട്ടു പോകരുത്, സങ്കടപ്പെടരുത്, ചേർത്ത് പിടിക്കണം. അല്ലാഹു തആല ഖുർആൻ പറഞ്ഞതുപോലെ കാരുണ്യത്തിന്റെ ചിറകുകൾ കൊണ്ട് നിങ്ങൾ അവരെ ചേർത്ത് പിടിക്കണം. നമ്മുടെ ചൂടും ചൂരും അവരറിയണം. അവർക്ക് സാമ്പത്തികമായി എപ്പോഴും അവർ ധന്യരായിരിക്കണം. നമ്മുടെ മുമ്പിൽ കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ ഒരിക്കലും ഉണ്ടാകാത്ത വിധം അവരെ നമ്മൾ സംരക്ഷിക്കണം. അവർക്ക് വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. എനിക്ക് പറയാനുള്ള 3 കാര്യങ്ങളും ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഒന്നാമത്തേത് കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യമാണ്. രണ്ടാമത്തേത് ആ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കേണ്ട രൂപമാണ്. മൂന്നാമത്തേത് നമ്മുടെ കുടുംബത്തിലെ ഒരംഗവും ഒറ്റപ്പെടലിന്റെ, ഒഴിവാക്കപ്പെട്ടതിന്റെ അല്ലെങ്കിൽ അവഗണനയുടെ വേദന നമ്മുടെ കുടുംബത്തിൽ അനുഭവിക്കരുത്. ചേർത്തു പിടിക്കണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. പടച്ച റബ്ബ് അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.